സോ ഹായ് ഗൈസ്, ഇപ്പോൾ നിങ്ങളെന്ന് റീലിൽ കണ്ടിട്ടുണ്ടോ പല ആൾക്കാരും പറയുന്നത് നിങ്ങളൊരു ലക്ഷ്യം മുന്നോട്ട് വെച്ച് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാത ഭയങ്കര ദുർഘടമേക്കാരം, അതേക്കാരം, ഇതേക്കാരം. അത് എന്തുകൊണ്ടും നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? സോ നമ്മളെല്ലാവരും ജീവിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ അണ്ടറിലാണ്. ലൈക്ക് പേഴ്സൺ ഹു ആർ കൺട്രോളിങ് സംതിങ്, ബട്ട് ഐ ഡോണ്ട് നോ ഹു ആർ ദേ. ലൈക്ക് നമ്മളൊക്കെ ഫാൻസി നെയിമിട്ട് വിളിക്കുന്ന മെട്രിക്സ്, ഇലുമിനാറ്റി, പിന്നെ സ്ലേവായിട്ട് വർക്ക് ചെയ്യുമ്പോൾ റാറ്ററീസ് എന്ന് പറയും. സോ അത് സത്യമാണ്. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നെങ്കിൽ ലൈക്ക് എൻ്റെ ഒന്ന് എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നെങ്കിൽ നമ്മളെ കോമൺ ആയിട്ട് ആൾക്കാർ പറയുന്ന ഒരു എക്സാമ്പിളാണ് നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൽ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്ന എന്താണ്, ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കമ്പനീൻ്റെ അടിയിൽ എങ്ങനെ ഒരു സ്മാർട്ട് വർക്കറായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അല്ലാതെ ഒരിക്കലും ആ കമ്പനി എങ്ങനെ തുടങ്ങാം അതിൻ്റെ കാര്യങ്ങളൊന്നും അവർ പഠിപ്പിക്കുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെ ഇൻസ്റ്റാഗ്രാം. നിങ്ങൾ എന്താ കരുതിക്കണം, ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കൺട്രോൾ ചെയ്യാമെന്നോ? നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇൻസ്റ്റാഗ്രാം മോട്ടിവേഷൻ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ആവും. ഇൻസ്റ്റാഗ്രാം ഒരു ഫണ്ണി വീഡിയോ നമ്മൾ ചിരിക്കും. ഇൻസ്റ്റാഗ്രാം ഒരു ഡിപ്രഷൻ വീഡിയോ നമ്മൾ കരയും, പിന്നെ നമ്മളെ മൂടൊക്കെ പോകും. ലൈക്ക് ഇൻസ്റ്റാഗ്രാം ഈസ് കൺട്രോളിങ് അസ്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളാരൊക്കെ നമ്മൾ പോലും അറിയാതെ മേലെന്ന് നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. സോ വി ആർ ലിവിങ് ലൈക്ക് ദിസ്. ഇതിങ്ങനെ മുന്നോട്ട് പോകണം. അത് അവർ വരച്ച വരയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സോ അതിൽ നിന്ന് മാറി പുറത്തേക്ക് ചാടണം എന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ്, അപ്പോഴാണ് നമ്മളെ ഗോൾ ഓറിയൻ ഗോൾ വെച്ച് മുന്നോട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടാണെന്നുള്ള ടോപ്പിക് കടന്നു വരുന്നത്. നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് ചാടി മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെയാണ് ആൾക്കാർ പറയുന്ന ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി, പല തേങ്ങയും മാങ്ങയൊക്കെ വേണ്ടി വരും. സോ അതുകൊണ്ടാണ് ആ ഒരു പെർട്ടിക്കുലർ സംഗതി ഇത്ര മാത്രം നമ്മളെ ഈ ഒരു ചുറ്റുപാടിൽ ഭയങ്കര ബുദ്ധിമുട്ടായി വരുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലായെന്ന് കരുതുന്നു. See you soon.